നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ സംഗീത. പ്രധാന വാർത്ത. കമ്മ്യൂണിസ്റ്റ് നേതാവും ആദർശ രാഷ്ട്രീയത്തിന്റെ മുഖവുമായിരുന്ന മുൻ എംഎൽഎ എം കെ ദിവാകരന് ഔദ്യോഗിക ബഹുമതികളോടെ യാത്രാമൊഴി. ഭൌതിക ശരീരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് വിട്ടുനൽകി. എം കെ ദിവാകരനെ രാഷ്ട്രീയ കേരളം അനുസ്മരിച്ചു. സത്യസന്ധനും ആദർശശാലിയുമായിരുന്നു അദ്ദേഹമെന്ന് പ്രമുഖരുടെ ഓർമ്മ. കേരളത്തിന്റെ ഗ്രാമീണ സർവകലാശാലകളാണ് ഗ്രന്ഥശാലകളെന്ന് ഓർമ്മപ്പെടുത്തി എം പി എൻ കെ പ്രേമചന്ദ്രൻ. കടക്കൽ ചാണപ്പാറ സന്മാർഗദായിനി വായനശാലയുടെ കാർഷികോത്സവം സമാപിച്ചു. മിനിമം വേതനം പുതുക്കി നിശ്ചയിക്കണമെന്നാവശ്യപ്പെട്ട് കശുവണ്ടി തൊഴിലാളികൾ CITUവിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സമരം 6 ദിവസം പിന്നിട്ടു. കമ്മ്യൂണിസ്റ്റ് നേതാവും ആദർശ രാഷ്ട്രീയത്തിന്റെ മുഖവുമായിരുന്ന മുൻ എംഎൽഎ എം കെ ദിവാകരന് ഔദ്യോഗിക ബഹുമതികളോടെ യാത്രാമൊഴി. കഴിഞ്ഞ ദിവസം ഗാന്ധിഭവനിലാണ് അദ്ദേഹം അന്തരിച്ചത്. അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം ഭൌതിക ശരീരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് വിട്ടുനൽകി. ജനപ്രതിനിധികളുടെയും രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരുടെയും ഗാന്ധിഭവൻ അന്തേവാസികളുടെയും ഉദ്യോഗസ്ഥ പ്രമുഖരുടെയും സാന്നിധ്യത്തിൽ സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടെ മുൻ എംഎൽഎ എം കെ ദിവാകരന് യാത്രാമൊഴി നേർന്നു. ഗാന്ധിഭവൻ അങ്കണത്തിൽ ജില്ലാ കളക്ടർ പ്രണബ് ജ്യോതിനാഥ് IASന്റെയും പ്രമുഖ വ്യക്തികളുടെയും സാന്നിധ്യത്തിൽ പോലീസ് സേന അദ്ദേഹത്തിന് ഗാർഡ് ഓഫ് ഓണർ നൽകി. Order up. Gun loading. Position. Fire. Fire. ഡിവൈഎസ്പി റഷീദ്, പത്തനാപുരം CI ബൈജു എന്നിവർ സന്നിഹിതരായിരുന്നു. തുടർന്ന് അദ്ദേഹത്തിന്റെ ഭൌതിക ശരീരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഗാന്ധിഭവൻ സാരഥികളും നിരവധി പ്രമുഖരും വിലാപയാത്രയെ അനുഗമിച്ചു. ഡെപ്യൂട്ടി സ്പീക്കർ N ശക്തൻ, നിയമസഭാ സെക്രട്ടറി PD ശാർങ്കധരൻ, മുൻമന്ത്രി ബിനോയ് വിശ്വം, അഡ്വക്കേറ്റ് K പ്രകാശ് ബാബു, ഗാന്ധിഭവൻ സെക്രട്ടറി ഡോക്ടർ പുനലൂർ സോമരാജൻ, MKയുടെ സഹോദരപുത്രൻ അഡ്വക്കേറ്റ് സോണി ഭാസ്കർ എന്നിവർ ചേർന്ന് അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം മെഡിക്കൽ വിദ്യാർത്ഥികളുടെ പഠനത്തിനായി മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് കൈമാറി. മെഡിക്കൽ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ വിജയൻ അടക്കമുള്ള പ്രമുഖ വ്യക്തികൾ ചേർന്ന് മൃതദേഹം ഏറ്റുവാങ്ങി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. എം കെ ദിവാകരനെ അനുസ്മരിച്ച് രാഷ്ട്രീയ കേരളം. സത്യസന്ധനും ആദർശശാലിയുമായിരുന്നു അദ്ദേഹമെന്ന് പ്രമുഖർ അനുസ്മരിച്ചു. തിങ്കളാഴ്ച രാവിലെ 9 മണിയോടെ പൊതുദർശനത്തിന് വെച്ച മൃതദേഹത്തിൽ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അന്തിമോപചാരം അർപ്പിച്ചു. ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ നടക്കുക തുടർന്ന് ഗാന്ധിഭവൻ സെക്രട്ടറി ഡോക്ടർ പുനലൂർ സോമരാജന്റെ അധ്യക്ഷതയിൽ അനുശോചന സമ്മേളനം നടന്നു. പുനലൂർ MLA അഡ്വക്കേറ്റ് K രാജു, അടൂർ MLA ചിറ്റയം ഗോപകുമാർ, റാന്നി MLA രാജു എബ്രഹാം, മുൻ MP ചെങ്കര സുരേന്ദ്രൻ, CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് K പ്രകാശ് ബാബു, ജില്ലാ കളക്ടർ പ്രണബ് ജ്യോതിനാഥ്, CPI കൊല്ലം ജില്ലാ സെക്രട്ടറി R രാമചന്ദ്രൻ, CPI പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി P പ്രസാദ്, റവറന്റ് ഫാദർ KA എബ്രഹാം, CPI സംസ്ഥാന കമ്മിറ്റി അംഗം AP ജയൻ, മുൻ കരകൌശല വികസന കോർപ്പറേഷൻ ചെയർമാൻ സാം ചക്കാട്, പത്തനാപുരം തഹസിൽദാർ ലംബോധരൻ പിള്ള, UDF പത്തനാപുരം നിയോജകമണ്ഡലം ചെയർമാൻ ബാബു മാത്യു, മാധ്യമപ്രവർത്തകൻ പ്രദീപ് ഗുരുകുലം, തലവൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വടകോട് മോനച്ചൻ, CPI പത്തനാപുരം മണ്ഡലം സെക്രട്ടറി M ജിയാസുദ്ദീൻ, CPI പത്തനംതിട്ട ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി MP വിദ്യാധരൻ, മുൻ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ അഡ്വക്കേറ്റ് S വേണുഗോപാൽ, MP മണിയമ്മ, CPI റാന്നി മണ്ഡലം സെക്രട്ടറി ബേബിച്ചൻ വെച്ചൂച്ചിറ, RSP നേതാവ് പ്രൊഫസർ D ശശിധരൻ, LDF നേതാവ് K ധർമ്മരാജൻ, മലയാളപ്പുഴ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ലക്ഷ്മണൻ പിള്ള, മുതിർന്ന CPI നേതാവ് വിലങ്ങുപാറ സുകുമാരൻ, CPI അടൂർ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി D സജി, മുൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം K വാസുദേവൻ, പത്തനാപുരം ഡെപ്യൂട്ടി തഹസിൽദാർ AK മോനച്ചൻ, സുധീപ് കൃഷ്ണൻ, പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് സാദിഖ് സാഹിബ്, ബാബു വർഗീസ്, KB വർഗീസ്, റവറന്റ് ഫാദർ ബിനോജി മാത്യു, കുണ്ടയം സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി രവീന്ദ്രൻ നായർ, സുബി ചേകം, ഗാന്ധിഭവൻ പഞ്ചായത്ത് അംഗങ്ങൾ, ഗാന്ധിഭവൻ ചെയർമാൻ അഡ്വക്കേറ്റ് N സോമരാജൻ, ചീഫ് ജനറൽ മാനേജർ വിജയൻ അമ്പാടി, അസിസ്റ്റന്റ് സെക്രട്ടറി G ഭുവനചന്ദ്രൻ, വൈസ് ചെയർമാൻ PS അമൽരാജ്, പ്രസന്ന സോമരാജൻ തുടങ്ങി രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ ഗാന്ധിഭവനിൽ നടന്ന അനുസ്മരണ സമ്മേളനത്തിൽ അനുശോചനം രേഖപ്പെടുത്തി. ഏറ്റവും
സത്യസന്ധനായ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു നമ്മെ വിട്ടുപിരിഞ്ഞു പോയ MK ദിവാകരൻ എക്സ്-എം-എൽ-എ. മലയോര പ്രദേശമായ റാന്നി നിയോജക മണ്ഡലത്തിൻ്റെ അടിസ്ഥാന വികസന പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ട ഉന്നതനായ ഒരു വ്യക്തിത്വം കൂടിയാണ് ശ്രീ MK ദിവാകരൻ. അദ്ദേഹം ജീവിച്ചത് നാടിനു വേണ്ടിയാണ്, അദ്ദേഹം പ്രവർത്തിച്ചത് നാടിനു വേണ്ടിയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ആ മാതൃകാപരമായ ജീവിതം പുതിയ തലമുറയ്ക്ക് മാത്രമല്ല എല്ലാ രംഗങ്ങളിലുമുള്ള പൊതുപ്രവർത്തകർക്ക് മുഴുവൻ മാതൃകയാണ്. നമ്മുടെ നാടിന് ഏറ്റവും ഉത്തമമായ ഒരു മാതൃകയായിട്ടാണ് പ്രിയപ്പെട്ട ശ്രീ MK ദിവാകരൻ ജീവിച്ചത്. എൻ്റെ അഗാധമായ അനുശോചനം ഞാൻ അറിയിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് നൽകിയിട്ടുള്ള സംഭാവനകൾ അവിസ്മരണീയമാണ് എന്ന ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച അദ്ദേഹം ഏറെ വൈകാതെ പാർട്ടിയുടെ പൂർണ്ണസമയ പ്രവർത്തകനായി മാറുകയായി. ജോലി രാജിവെച്ചുകൊണ്ട് തൻ്റെ ഉത്തരവാദിത്വം സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുകയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തൊഴിലാളി വർഗത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനം കെട്ടിപ്പടുത്ത് അദ്ദേഹം ത്യാഗോചിതമായ ഒരു ജീവിതമാണ് പിന്നീട് നയിച്ചത്. പാവപ്പെട്ട തൊഴിലാളികളെയും കർഷകരെയും സംഘടിപ്പിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അടിത്തറ വിപുലപ്പെടുത്തുന്നതിൽ ഉജ്ജ്വലമായ സംഭാവന നിർവഹിച്ച ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. കേരളത്തിന്റെ ഗ്രാമീണ സർവകലാശാലകളാണ് ഗ്രന്ഥശാലകളെന്ന് ഓർമ്മപ്പെടുത്തി MP NK പ്രേമചന്ദ്രൻ. കടക്കലിൽ ചാണപ്പാറ സന്മാർഗദായിനി വായനശാലയുടെ കാർഷികോത്സവം സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിന്റെ ഗ്രാമീണ സർവകലാശാല എന്നാണ് ഒരു കാലഘട്ടത്തിൽ കേരളത്തിന്റെ ഗ്രന്ഥശാല പ്രസ്ഥാനത്തെ വിശേഷിപ്പിച്ചത്. ഗ്രാമീണ സർവകലാശാല എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമത്തിന്റെ സർവതോമുഖമായ സാംസ്കാരിക പ്രവർത്തനങ്ങളും സാമൂഹ്യ പ്രവർത്തനങ്ങളും സർവ്വതിനെയും സമഗ്രമായി ഉൾക്കൊള്ളുകയും അത് പ്രവർത്തിപഥത്തിൽ എത്തിക്കുകയും ചെയ്യുന്നതിന്റെ ഒരു കേന്ദ്ര ബിന്ദുവായി പ്രവർത്തിക്കേണ്ടുന്ന പ്രസ്ഥാനമാണ് ഗ്രന്ഥശാല പ്രസ്ഥാനം. എത്രയോ ദീർഘവീക്ഷണത്തോടു കൂടിയാണ് നമ്മുടെ പൂർവികർ പള്ളിക്കൂടങ്ങൾ ആരംഭിക്കുകയും പള്ളിക്കൂടങ്ങളോടൊപ്പം തന്നെ ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തതുകൊണ്ടാണ് കേരളത്തിൽ സാർവത്രികമായ ഈ പുരോഗതിയും സാംസ്കാരികമായ വളർച്ചയും സംസ്ഥാനത്തിന് കൈവരിക്കാൻ കഴിഞ്ഞത്. അത്തരത്തിലുള്ള പൂർവിക തലമുറയുടെ ഭാവനാസമ്പന്നവും ദീർഘവീക്ഷണത്തിൽ അധിഷ്ഠിതമായ പ്രവർത്തനത്തിന്റെയും ഭാഗമായിട്ടാണ് ഇന്നത്തെ തലമുറയ്ക്ക്, എന്റെ തലമുറയ്ക്ക്, നമ്മുടെ തലമുറയ്ക്ക് നേട്ടങ്ങൾ കൈവരിക്കാനും ആർജിക്കാനും കഴിഞ്ഞത്. ഇന്ന് ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നം, ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഈ അവസരത്തിൽ പോകുന്നില്ല. ഗ്രന്ഥശാല പ്രസ്ഥാനങ്ങൾ ഒരു കാലഘട്ടത്തിൽ വന്നപ്പോൾ ഏതാണ്ട് അന്യവൽക്കരിക്കുന്ന ശ്രദ്ധയിലേക്ക് മാറി. കാരണം ഗ്രന്ഥശാലയ്ക്ക് മതിയായ സൗകര്യങ്ങളില്ല, അടിസ്ഥാന സൗകര്യങ്ങളില്ല, പുസ്തകങ്ങൾ എടുത്ത് വായിക്കാൻ വായനക്കാരെ കിട്ടുന്നില്ല. അതുപോലെ തന്നെ സാംസ്കാരികമായിട്ടുള്ള ചർച്ചകളും സാമൂഹ്യമായിട്ടുള്ള സംവാദങ്ങളും ഉണ്ടാകുന്നില്ല. അങ്ങനെയൊക്കെ ഒരു നിർജീവാവസ്ഥയിൽ നിന്ന് ജനകീയ സ്വഭാവം പുനരാർജിച്ചതിന് ശേഷം പൂർവാധികം ശക്തിയായി ഇന്ന് കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനം കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ സജീവമായി മാറുന്നു. ആ പ്രവർത്തനങ്ങളിൽ ജനപ്രതിനിധികൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തുടങ്ങിയ എല്ലാ വിഭാഗത്തിന്റെയും ഏകോപിതമായിട്ടുള്ള സഹകരണവും അത്തരം കാര്യങ്ങളിൽ ഉണ്ടാകുന്നത് വളരെ സ്വാഗതാർഹമായിട്ടുള്ള അനുഭവമാണെന്ന സംഗതിയാണ്. നവംബർ 18 ആരംഭിച്ച കാർഷികോത്സവം 22 സമാപിച്ചത്. കാർഷികോത്സവത്തിന്റെ ഭാഗമായി സെമിനാറുകൾ, ഔഷധ വിപണനം, പരിശീലന ക്ലാസുകൾ, തേനീച്ച വളർത്തൽ, കാർഷിക മത്സരങ്ങൾ തുടങ്ങിയവ സംഘടിപ്പിച്ചു. സമാപന സമ്മേളനത്തിന് ഗ്രന്ഥശാല ആക്ടിംഗ് പ്രസിഡന്റ് JC അനിൽ അധ്യക്ഷനായി. സെക്രട്ടറി GS പ്രിജിലാൽ സ്വാഗതം പറഞ്ഞു. MLA മുല്ലക്കര രത്നാകരൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ B ശിവദാസൻ പിള്ള, കൊട്ടാരക്കര കാർഷിക ഗ്രാമവികസന ബാങ്ക് പ്രസിഡന്റ് കൊല്ലായിൽ സുരേഷ്, ഹോർട്ടിക്കൾച്ചർ മിഷൻ ഡയറക്ടർ ഡോക്ടർ K പ്രതാപൻ, ജൈവ വൈവിധ്യ ബോർഡ് മെമ്പർ സെക്രട്ടറി ഡോക്ടർ KP ലാലാദാസ്, VV പുഷ്പാങ്കദൻ, D സുകേശൻ, C ബിന്ദു, മഞ്ഞപ്പാറ സലീം തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കടക്കൽ. മണ്ഡലകാല സുരക്ഷയുടെ ഭാഗമായി പുനലൂരിൽ TB ജംഗ്ഷന് സമീപം പോലീസ് എയ്ഡ് പോസ്റ്റ് തുറന്നു. അയ്യപ്പന്മാർ കേന്ദ്രീകരിക്കുന്ന കൊച്ചുപമ്പയിലെ സേവനത്തിനാണ് ഇത്. 24 മണിക്കൂറും എയ്ഡ് പോസ്റ്റ് പ്രവർത്തിക്കും.
നഗരസഭാ ചെയർപേഴ്സൺ രാധാമണി വിജയാനന്ദ് എയ്ഡ് പോസ്റ്റ് ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ എസ് ബിജു, വാർഡ് കൌൺസിലർ അഡ്വക്കേറ്റ് പി അനസ്, വി പി ഉണ്ണികൃഷ്ണൻ, സുശീല രാമചന്ദ്രൻ, പുനലൂർ എസ് ഐ ടി എസ് ശിവപ്രകാശ്, ജനമൈത്രി കമ്മ്യൂണിറ്റി റിലേഷൻ ഓഫീസർ എസ് ശശിധരൻ തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും ധാരാളം പേർ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. നമുക്കറിയാം, ധാരാളം പേർ വന്നുകൊണ്ടിരിക്കുമ്പം അതിൻ്റെതായ പ്രശ്നങ്ങളും ഉണ്ടാവും. ക്രമസമാധാനം നിലനിർത്തുന്നതിന് വേണ്ടി ഇവിടെ സ്ഥാപിച്ച ഈ എയ്ഡ് പോസ്റ്റ് എല്ലാ ദിവസവും ഫുൾ ടൈം ഇവിടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. നഗരസഭ മാത്രമല്ല, താലൂക്ക് ഓഫീസിൽ നിന്നും കളക്ടറേറ്റിൽ നിന്നും നമുക്ക് ഈ മണ്ഡലം പൂജാകാലത്ത് എന്തെല്ലാം സൗകര്യങ്ങൾ ഒരുക്കാമോ അതെല്ലാം ചെയ്തു കൊടുക്കുന്നതിന് ആവശ്യമായ സജ്ജീകരണങ്ങൾ ചെയ്യണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. രാഷ്ട്രം നൽകുന്ന അവകാശങ്ങൾ നേടിയെടുക്കുകയും സ്വന്തം കടമകൾ നിർവഹിക്കുകയും ചെയ്യുമ്പോഴാണ് ഒരു വ്യക്തി പൌരനായി മാറുന്നതെന്ന് കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ കെ വി വത്സലകുമാരി. പാർശ്വവൽക്കരിക്കപ്പെടുന്നവർക്ക് അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയാണെന്നും അവർ ചൂണ്ടിക്കാട്ടി. ഗാന്ധിഭവനിൽ സംഘടിപ്പിച്ച സെമിനാറിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു കെ വി വത്സലകുമാരി. നമ്മളുടെ ഫണ്ടമെന്റൽ റൈറ്റ്സ്, അതായത് മൗലികമായിട്ടുള്ള അവകാശങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഒരു പൗരൻ എന്നുള്ള പദം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്, പൗരന് രാഷ്ട്രം നൽകുന്ന ചില അവകാശങ്ങൾ നേടിയെടുക്കാൻ പറ്റുമ്പോഴാണ് ഒരു പൗരനായിട്ട് മാറുന്നത്. അല്ലെങ്കിൽ കേവലം ഒരു വ്യക്തി മാത്രമായിരിക്കും. അതുപോലെ തന്നെ ആ വ്യക്തിക്ക് അതിന്റെ മറുഭാഗമായ കടമകളുമുണ്ട്. അപ്പോൾ എപ്പോഴാണ് ഒരു വ്യക്തി ഭരണഘടന അനുശാസിക്കുന്ന അല്ലെങ്കിൽ രാഷ്ട്രം നൽകുന്ന അവകാശങ്ങൾ നേടിയെടുക്കുന്നത്, അപ്പോഴാണ്, അതുപോലെ തന്നെ കടമകൾ നിർവഹിക്കുമ്പോൾ മാത്രമാണ് ഒരു യഥാർത്ഥ പൗരനായി മാറുന്നത്. പക്ഷെ നമ്മൾ ഇന്ന് നോക്കുമ്പോൾ പാർശ്വവൽക്കരിക്കപ്പെട്ട നിരവധി വിഭാഗം ജനത ഇന്നും നമ്മുടെ മധ്യത്തിലുണ്ട്. സ്ത്രീകൾ, അതുപോലെ അരയ്ക്ക് താഴോട്ട് സ്പർശനം ഇല്ലാത്ത അല്ലെങ്കിൽ ചലനശേഷി ഇല്ലാത്ത വ്യക്തികൾ, അതുപോലെ മാനസികമായി വെല്ലുവിളികൾ നേരിടുന്നവർ, ഭിന്നശേഷിയുള്ളവർ, എയ്ഡ്സ് പേഷ്യൻസ്, അതുപോലെ തന്നെ ആദിവാസി മേഖലയിലുള്ള വ്യക്തികൾ, ഇവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ സമൂഹത്തിൽ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട വ്യക്തികൾക്ക് രാഷ്ട്രം ഉറപ്പു നൽകുന്ന അവകാശങ്ങൾ അവർക്ക് ലഭിക്കുന്നുണ്ടോ? പലപ്പോഴും അവർക്കത് നിഷേധിക്കപ്പെടുകയാണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പത്തനാപുരം ഗാന്ധിഭവനിൽ സംഘടിപ്പിച്ച സംസ്ഥാനതല സെമിനാറിൽ വിവിധ മേഖലയിലെ പ്രമുഖരെയും പ്രതിഭകളെയും ആദരിച്ചു. സാമൂഹ്യ പ്രവർത്തകർ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ പുരസ്കാരം ഏറ്റുവാങ്ങി. വൃക്കദാനത്തിലൂടെ മാതൃകയായ ചെട്ടികുളങ്ങര സ്വദേശിനി ലേഖ നമ്പൂതിരി, പുനലൂർ സെന്റ് തോമസ് ജൂനിയർ കോളേജ് മാനേജർ ജേക്കബ് തോമസ്, പ്രമുഖ ബാഡ്മിന്റൺ താരവും പത്തനാപുരം ശാലേം ഇൻഡോർ സ്റ്റേഡിയം ഉടമയും ഫോട്ടോഗ്രാഫറുമായ ബെന്നി ശാലേം എന്നിവരെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് JB കോശി പുരസ്കാരം നൽകി ആദരിച്ചു. തലവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീലേഖ രാജീവ്, വിളക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി ജോസ് പ്രകാശ്, പട്ടാഴി വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N സുധാകരൻ, ഏനാദിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അരുൺ രാജ്, കലഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രമണി ശ്രീധർ, വെട്ടിക്കവല ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ ചെയർപേഴ്സൺ സോനു S നായർ, സംസ്ഥാനത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ റോളർ സ്കേറ്റിംഗ് താരമായ ഐശ്വര്യ അനിൽ, കുടുംബശ്രീ പരിശീലകയും പൊതുപ്രവർത്തകയുമായ ബിന്ദുലേഖ എന്നിവരെ കേരള സ്റ്റേറ്റ് കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ KB വത്സലകുമാരി IAS പുരസ്കാരം നൽകി ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. മുഖ്യമന്ത്രിയുടെ ശുപാർശയോടെ എത്തിയ 4 അംഗ കുടുംബത്തിന് ഗാന്ധിഭവനിൽ അഭയം. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് JB കോശി ഇവരെ ഏറ്റെടുത്ത് ഗാന്ധിഭവന് കൈമാറി. ഗാന്ധിഭവനിൽ സംഘടിപ്പിച്ച സംസ്ഥാനതല സെമിനാറിലാണ് ജസ്റ്റിസ് JB കോശി കുളത്തൂപ്പുഴയിൽ നിന്നുള്ള 4 അംഗ കുടുംബത്തെ ഏറ്റെടുത്ത് ഗാന്ധിഭവൻ സെക്രട്ടറി പുനലൂർ സോമരാജന് കൈമാറിയത്. കേരള വികലാംഗ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ശിവബാബുവിനും കുടുംബത്തിനുമാണ് ഗാന്ധിഭവൻ അഭയം നൽകിയത്. ശിവബാബു ബധിരയും മൂകയുമായ ഭാര്യ കീർത്തന, 2 വയസ്സുകാരനായ മകൻ ആദിത്യൻ, കീർത്തനയുടെ മാതാവ് ലീല എന്നിവർക്കാണ് ഗാന്ധിഭവൻ അഭയമായത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. മിനിമം വേതനം പുതുക്കി നിശ്ചയിക്കണമെന്നാവശ്യപ്പെട്ട് കശുവണ്ടി തൊഴിലാളികൾ CITUവിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സമരം 6 ദിവസം പിന്നിട്ടു. സംസ്ഥാനത്തെ വിവിധ കശുവണ്ടി ഫാക്ടറികളിൽ സമരം പുരോഗമിക്കുകയാണ്. കാഞ്ഞിരത്തുമൂട് പാറക്കാട് കാഷ്യൂ ഫാക്ടറിയിൽ ബ്രാഞ്ച് സെക്രട്ടറി S ജയകുമാർ നിരാഹാര സമരം അനുഷ്ഠിക്കുകയാണ്. മിനിമം വേതനം വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് നൽകിയ നിവേദനം പരിശോധിക്കാതെ മുതലാളിമാരെ സംരക്ഷിക്കാനും അവർക്കാവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുക്കാനുമാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് പ്രവർത്തകർ പറഞ്ഞു. നവംബർ മാസം 20-ാം തീയതി മുതൽ ആരംഭിച്ചിട്ടുള്ള നിരാഹാര സമരം ഇന്ന് 6ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. മിനിമം കൂലി പരിഷ്കരിക്കുക എന്നുള്ള ഏറ്റവും ന്യായമായിട്ടുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് കശുവണ്ടി തൊഴിലാളികൾ കഴിഞ്ഞ 3 മാസക്കാലമായി
സംസ്ഥാനത്തൊട്ടാകെ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഗവൺമെൻറ് അതിനെ സംബന്ധിച്ച് പരിശോധിക്കുന്നതിന് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള കമ്മിറ്റി മിനിമം കൂലി പരിഷ്കരിക്കണം എന്ന് തന്നെയാണ് ശുപാർശ ഗവൺമെൻറ്റിന് മുമ്പിൽ സമർപ്പിച്ചിട്ടുള്ളത്. പക്ഷേ ആ കമ്മിറ്റി സമർപ്പിച്ചിട്ടുള്ള നിർദ്ദേശത്തെ അംഗീകരിക്കുവാനോ ആ കമ്മിറ്റിയുടെ നിർദ്ദേശം നടപ്പിലാക്കുവാനോ ഈ ഗവൺമെൻറ് തയ്യാറാവുന്നില്ല. മുതലാളിമാരെ സംരക്ഷിക്കുവാനും അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സംവിധാനവും സഹായവും ചെയ്തു കൊടുത്തുകൊണ്ട് പരമാവധി ലാഭം മുതലാളിമാർക്കും ഗവൺമെൻറ്റിനും കൊയ്യുന്നതിന് വേണ്ടിയുള്ള പരിശ്രമത്തിലാണ്. തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്ന നിലയിലേക്കാണ് ഗവൺമെൻറ്റിൻ്റെ നയപരിപാടികളുമായി മുന്നോട്ട് പോകുന്നതെങ്കിൽ ഈ സമരം കുറച്ചുകൂടി ശക്തമായ നിലയിലേക്ക് മാറ്റുന്നതിനെക്കുറിച്ച് CITU എന്ന നിലയിൽ ആലോചിക്കേണ്ടതായി വരും. ഇന്നലെ തീരുമാനിച്ച് ഇന്ന് രാവിലെ 10 മണിക്ക് നമ്മുടെ വടത്തറ നിലമേൽ റോഡ് 10 മണി മുതൽ 11 മണി വരെ കശുവണ്ടി തൊഴിലാളികൾ ഉപരോധിച്ചുകൊണ്ട് ഈ വഴിതടയൽ സമരത്തിന് അതിൽ പങ്കാളികളായിക്കൊണ്ട് ഗവൺമെന്റിന് മുന്നറിയിപ്പ് നൽകുന്ന നിലയിൽ കൂടി ഈ സമരത്തിന്റെ മുഖം മാറിയിട്ടുണ്ട്. മിനിമം വേതനം വർദ്ധിപ്പിക്കുന്നതുവരെ സമരം തുടരുമെന്ന് CITU പ്രവർത്തകർ വ്യക്തമാക്കി. ജനറൽ കൺവീനർ പ്രസന്ന, താലൂക്ക് കമ്മിറ്റി അംഗം ഓമന, CITU കാഷ്യൂ തൊഴിലാളി യൂണിയൻ താലൂക്ക് കമ്മിറ്റി അംഗം സുരേന്ദ്രൻ പോറ്റി, അഡ്വക്കേറ്റ് TR തങ്കരാജ്, അഷ്ടമൻ പിള്ള, S റഹീം, A ഷാജഹാൻ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകുന്നു. ന്യൂസ് ബ്യൂറോ, കടക്കൽ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് INTUC-യുടെ നേതൃത്വത്തിൽ കിഴക്കൻ മേഖല പ്ലാന്റേഷൻ വർക്കേഴ്സ് യൂണിയൻ ഹാരിസൺസ് മലയാളം മസ്റ്റർ ഓഫീസിന് മുന്നിൽ കൂട്ടധർണ സംഘടിപ്പിച്ചു. KPCC വൈസ് പ്രസിഡന്റ് ഭാരതീപുരം ശശി ഉദ്ഘാടനം ചെയ്തു. നെടുമ്പാറയിലെ ലേബർ ക്ലബ്ബ് അടിയന്തരമായി പുതുക്കി നിർമ്മിച്ചു നൽകുക, ബാലൻസ് ബോണസ് നവംബർ 30-ന് മുൻപ് തൊഴിലാളികൾക്ക് നൽകുക, പുതുതായി താൽക്കാലിക തൊഴിലാളികളെ നിയമിക്കുക, ശമ്പള കരാർ അടിയന്തരമായി ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ പരിഹരിക്കുക, തൊഴിലാളികൾക്കുള്ള ചികിത്സാ സൌകര്യങ്ങൾ മെച്ചപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. പ്ലാന്റേഷൻ ഫെഡറേഷൻ സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി മാമ്പഴത്തറ സലീമിന്റെ അധ്യക്ഷതയിൽ KPCC വൈസ് പ്രസിഡന്റ് ഭാരതീപുരം ശശി ധർണ ഉദ്ഘാടനം ചെയ്തു. ചില മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും തോട്ടം മേഖലയിൽ അടിമത്ത സമ്പ്രദായമാണ് ഇപ്പോഴും നിലനിൽക്കുന്നതെന്ന് അദ്ദേഹം ആരോപിച്ചു. ഓണം പറഞ്ഞാലും ഉണ്ണി പറഞ്ഞാലും കോലിന്റെ മുമ്പിലാണ് കഴിഞ്ഞു. കിലോയ്ക്ക് 250 രൂപയ്ക്ക് വിറ്റപ്പോഴും അവന് ദയം ചോരും, അവന് ആനുകൂല്യങ്ങൾ കിട്ടത്തില്ല, അവന് സ്ഥിരപ്പെടുത്തത്തില്ല. അവന് വിധിക്കപ്പെട്ട തോട്ടം തൊഴിലാളിക്ക് വിധിക്കപ്പെട്ടത് ഈ കണ്ണീരും കൈമാറും. അതിന് കാരണം എന്ന് പറയുന്നത് ഒരു അടിമത്വ സമ്പ്രദായമാണ് തോട്ട മേഖലയിലുള്ളത്. ഇത് പണ്ട് സായിപ്പും വലിയ സമ്പന്നന്മാരും തോട്ട മേഖലയിൽ ഈ സ്ഥലം മഹാരാജാവിന് മണിയടിച്ചോ അല്ലെങ്കിൽ കാലാകാലങ്ങളിലുള്ള ഭരണകൂടത്തെ മണിയടിച്ചോ ഒരു സ്ഥലം വാങ്ങി റബ്ബർ കൃഷി ചെയ്തു അവിടെ പണിയെടുക്കാനായിട്ട് കുറെ പാവങ്ങൾ വിധിക്കപ്പെട്ടു. പണ്ടത്തെ സ്ഥിതി എന്ന് വെച്ചാൽ മാനവനെതിരായിട്ട് ഒരക്ഷരം ഉരിയാടാൻ പറ്റില്ല. ആ സ്ഥിതിയൊക്കെ മാറി തോട്ടങ്ങളിൽ ഒരു സാമൂഹിക സുരക്ഷ തൊഴിലാളിക്കുണ്ട്. അതിനകത്ത് ട്രേഡ് യൂണിയൻസ് വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണ്. കോൺഗ്രസ് നേതാക്കളായ ഇടമൺ ഇസ്മയിൽ, ബിജു വടക്കേടത്ത്, ജോർജ് കുട്ടി, തോമസ് മൈക്കിൾ, നാഗമല മസൂദ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ആര്യങ്കാവ്. വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയുടെ സുവർണ ജൂബിലിയുടെ ഭാഗമായി പത്തനാപുരത്ത് ബോധവത്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. MLA KV ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മളൊരു കാര്യം ആലോചിക്കണം. നമ്മൾക്കുള്ള സ്വത്ത്, ജനപ്രതിനിധികളായ നമ്മുടെ സ്വത്ത് എന്ന് പറയുന്നത് പണമാണ്. നമ്മളെ വിശ്വസിച്ച ജനങ്ങളുടെ മനസ്സിൽ നമുക്കുള്ളൊരു സ്ഥാനം. കട്ടുമോട്ടിച്ച് നമ്മളെ പറ്റിക്കുന്നവരല്ല ഇവർ എന്ന ചിന്ത മാത്രമാണ് ജീവിതത്തിൽ അവശേഷിക്കുന്നത്. നമ്മൾ എത്ര നാളിപ്പോ ഞാൻ MLA ആയിട്ടോ, നിങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റുമാരായിട്ടോ, മെമ്പർമാരായിട്ടോ, ബ്ലോക്ക് മെമ്പർമാരായിട്ടോ, ജില്ലാ മെമ്പറായിട്ടോ എത്ര കാലം ഇരിക്കുമെന്നുള്ളത് ഇരുന്ന കാലത്ത് ഇവൻ നമ്മളെ പറഞ്ഞ് വിറ്റില്ല എന്ന ചിന്തയുണ്ടോ? കൊട്ടാരക്കര, പുനലൂർ, പത്തനാപുരം താലൂക്കുകളിലെ ജനപ്രതിനിധികൾക്കും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കുമായാണ് ബോധവത്കരണ ക്ലാസ് നടന്നത്. അഴിമതി നിരോധന നിയമത്തെയും അതിന്റെ നടപടിക്രമങ്ങളെയും പറ്റി പ്രമുഖർ വിശദീകരിച്ചു. സർക്കാർ ഫണ്ടുകൾ വിനിയോഗിക്കേണ്ടതിന്റെ നടപടിക്രമങ്ങളും അതിന്റെ അനിവാര്യതയും ക്ലാസിൽ വിശദീകരിക്കപ്പെട്ടു. പത്തനാപുരം ബ്ലോക്ക് പഞ്ചായത്ത് കാര്യാലയത്തിൽ നടന്ന ബോധവത്കരണ ക്ലാസിൽ വിവിധ വകുപ്പുതല ഉദ്യോഗസ്ഥരും പങ്കുകൊണ്ടു. വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ കൊല്ലം യൂണിറ്റ് DYSP R ജയശങ്കർ വിഷയാവതരണം നടത്തി. പഞ്ചായത്ത് ഡെപ്യൂട്ടി ഡയറക്ടർ CR സുരേഷ് കുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ഓഡിറ്റ് വകുപ്പ് ജോയിന്റ് ഡയറക്ടർ KV അനിൽകുമാർ, DYSP MA ജോൺ എന്നിവർ ക്ലാസ് എടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. പ്രധാന വാർത്തകൾ വീണ്ടും. കമ്മ്യൂണിസ്റ്റ് നേതാവും ആദർശ രാഷ്ട്രീയത്തിന്റെ മുഖവുമായിരുന്ന മുൻ MLA MK ദിവാകരന് ഔദ്യോഗിക ബഹുമതികളോടെ യാത്രാമൊഴി. ഭൌതിക ശരീരം തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് വിട്ടുനൽകി. MK ദിവാകരനെ രാഷ്ട്രീയ കേരളം അനുസ്മരിച്ചു. സത്യസന്ധനും ആദർശശാലിയുമായിരുന്നു അദ്ദേഹമെന്ന് പ്രമുഖരുടെ ഓർമ്മ. കേരളത്തിന്റെ ഗ്രാമീണ സർവകലാശാലകളാണ് ഗ്രന്ഥശാലകളെന്ന് ഓർമ്മപ്പെടുത്തി MP NK പ്രേമചന്ദ്രൻ. കടക്കൽ ചാണപ്പാറ സന്മാർഗദായിനി വായനശാലയുടെ കാർഷികോത്സവം സമാപിച്ചു. മിനിമം വേതനം പുതുക്കി നിശ്ചയിക്കണമെന്നാവശ്യപ്പെട്ട് കശുവണ്ടി തൊഴിലാളികൾ CITUവിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സമരം 6 ദിവസം പിന്നിട്ടു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു.
കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും www.livevarta.com സന്ദർശിക്കുക. നമസ്കാരം.